നീ എങ്ങോട്ടാ? ആ തുണി അലക്കാൻ പോവമ്മേ. അയ്യോ തുണി അലക്കാനോ? വേണ്ട, ആ തുണി ഇങ്ങ് തന്നേര്. ഞാൻ ചെയ്തോളാം, സാരമില്ല. തുണി എന്തെങ്കിലും അന്നേരം കല്യാണം കഴിഞ്ഞെങ്കിൽ വന്നതേ ഉള്ളൂ. കല്ലിലൊന്നും അലക്കി മൂക്ക് ശീലം ഇല്ലാത്തതാ. സോപ്പൊക്കെ കൊണ്ട് കയ്യല്ലേ തൊലിയൊക്കെ പോവും. ഞാൻ അലക്കി ഇട്ടോളാം കേട്ടോ. മോളെന്തോ എന്നെ മടി വിചാരിക്കുന്ന? മോടെ അമ്മയുടെ കുട്ടിയുള്ളു, അമ്മായിമ്മയായിട്ട് കണ്ട കേട്ടോ. ഡീ മരുമോള് വന്നേ പിന്നെ നിന്നെ കാണാനൊന്നും ഇല്ലല്ലോ വെളിയിലോട്ട്. ആ എന്തുകൊണ്ടടി? എടി മരുമോള് അകത്തുണ്ട്. ഞാൻ തുണി അലക്കാൻ ഒരുങ്ങുമായിരുന്നു. തുണി അവള് തന്നെ കഴിക്കുള്ളൂ. നീ ഒരു പാവം പിടിച്ച സ്ത്രീയാ. നീ ആവശ്യമില്ലാത്തതൊക്കെ ചെയ്തിട്ട് ഏറ്റവും നീ അനുഭവിക്കുമ്പോഴേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. എൻ്റെ പൊന്നു സുജാത, നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? രണ്ടും പെമ്മക്കളല്ലേ നിനക്കുള്ളത്. നീ ഇങ്ങനെയൊക്കെ പറയാമോ? എനിക്ക് ഇപ്പം രണ്ടാമക്കളുള്ളതിൽ ഇപ്പോൾ ഒരാൾ മരുമോളായിട്ട് കിട്ടി. അപ്പോൾ അവളെ സ്നേഹിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? എന്നോട് പറഞ്ഞതേ ഉള്ളൂ, നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പിന്നെ എൻ്റെ അടുത്തോട്ട് കരഞ്ഞു കുഴിഞ്ഞോ ഒന്നും പറഞ്ഞേക്കരുത്. ഞാനൊരു മുന്നറിയിപ്പ് പോലെ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. അനുഭവിക്കുമ്പോൾ നീ പഠിക്കും, അത്രയേ ഉള്ളൂ. എൻ്റെ സുജാതയെ ഞാൻ അവളെ മോളായിട്ടല്ല മോളായിട്ടാണ് കാണുന്നത്. അവളുടെ 2 തുണി അലക്കിയെന്ന് പറഞ്ഞ് എനിക്ക് എന്തോ പറ്റാനാ? ിലും പ്രശ്നങ്ങളുണ്ടാകുന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞ നീ പോയി നിന്റെ കാര്യം ചെയ്യാൻ നോക്ക്. ഞാൻ തുണി അലക്കട്ടെ പോ. ഈ പെണ്ണും പിള്ള അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. അമ്മേ, മോളെ അമ്മേ, ഞങ്ങളുടെയും കൂടെ 2 ജോഡി ഉണ്ടമ്മേ. അയ്യോ, ഇതിപ്പോൾ ഒത്തിരി തുണി ഉണ്ടല്ലേ. നടു ഓടിയും തുണി അലക്കി. മരുമോളുടെ തുണിയല്ല അലക്കുന്നേ. ഞാൻ കാണുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് നിന്റെ കഷ്ടപ്പാടല്ല. അത് പിന്നെ കൊച്ചലക്കിയ തുണി വൃത്തിയാകത്തില്ല. ഒന്ന് അത് കല്ലേൽ അലക്കിയ തുണി കീറിപ്പോയാലോ എന്ന് ഓർത്ത് അവൾ എപ്പോഴും പറയും ഞാൻ ചെയ്യാമെന്ന്. ഞാൻ സമ്മതിക്കാത്തതാ. ഞാൻ പോവാ. നീ എന്താന്ന് വെച്ചേ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാ. ഞാൻ പോവാ. അവളോട് പറഞ്ഞതാ. അന്നേരം അവൾ ഒന്നുമില്ല, എൻ്റെ മോളാ മരുമോളല്ല അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറഞ്ഞ് അനുഭവിക്കട്ട് കിടന്നു. തുണി അലക്കാനെ കുറേ ദിവസത്തെ തുണി കിടക്കുവാണല്ലോ അമ്മേ. വയ്യല്ലോ, 2-3 ദിവസത്തെ തുണിയൊക്കെ കിടക്കുമല്ലേ അമ്മയ്ക്ക്. അതിലൊക്കെ വൈകിട്ടു വരെ സോപ്പിട്ടാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. അമ്മ എനിക്കാണെങ്കിൽ ഇതുകൊണ്ട് അമ്മ ഇവിടെ വന്നേ പിന്നെ എന്നെ കൊണ്ട് തുണി അലക്കിച്ചിട്ടില്ല. ഞാൻ അവിടെ വാഷിംഗ് മെഷീനിലും എല്ലാം അല്ലായിരുന്നു കഴുകിക്കൊണ്ടിരുന്നത്. ഇത് കല്ലിലിട്ട് അലക്കി ആ സോപ്പിൻ്റെ ഇതെല്ലാം കൊള്ളുമ്പോൾ എൻ്റെ കയ്യിൻ്റെ തൊലി പോയാൽ ഞാൻ എന്ത് കൊടുക്കും അമ്മേ? എന്നാൽ കൊണ്ടുപോയി ഞാൻ കുറേശ്ശെ അലക്കിയിടാം കേട്ടോ. കുറഞ്ഞോ? ആടി എനിക്ക് വയ്യടി ഒത്തും. പനി കൊണ്ട് വൈകാണ്ട് 1 കിൻഡൽ തുണിയുണ്ട്. എനിക്ക് നനയ്ക്കാനും വയ്യ, എന്തോ ചെയ്യാനാ. അവൾക്ക് വയ്യെന്ന് പറഞ്ഞ് അവൾ വാഷിംഗ് മെഷീനകത്തൊക്കെ അലക്കി. അവൾ ഇവിടെ വന്ന് ഞാനും ഉണ്ടായിരുന്നു കല്ലയിലൊക്കെ അലക്കി. അവൾക്ക് ചെയ്യാൻ വയ്യുന്നു. അതിന് പതുക്കെ ഇത് ഓരോന്നായിട്ട് ചെയ്തിടാം. അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാ? ഈ വയ്യ. ശരിയടി, ഇതൊക്കെ ആദ്യമേ നിന്നോട് പറഞ്ഞല്ലായിരുന്നു. അപ്പം നീ എന്തോ പറഞ്ഞേ? ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കാൻ നോക്കുവാണ്. നീ തന്നെ അനുഭവിച്ചു. ഞാൻ എന്തോ പറയുന്നു? ഇതൊക്കെ ആദ്യമേ പറഞ്ഞതല്ലായിരുന്നു. ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ചെയ്തോ. ഞാൻ പോവാം.